കാർഷിക സമൃദ്ധിയുടെ നിറവിൽ ഇന്ന് വിഷു ആഘോഷം. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന നന്മയുടെ പ്രതീക്ഷയിലേക്കാണ് ഓരോ മലയാളിയും കണി കണ്ടുണരുന്നത്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും കണിയൊരുക്കി നാടെങ്ങും വിഷു ആഘോഷിക്കുകയാണ്. മേടപ്പുലരിയുടെ വരവ് വിളിച്ചോതി കണിക്കൊന്നകൾ പൂത്തുലയുമ്പോൾ നാടെങ്ങുമുള്ള മലയാളികൾ വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. സൂര്യൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മാറുന്ന ശുഭമുഹൂർത്തം കൂടിയാണ് വിഷു. കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ നിലനിന്നിരുന്ന പഴയ കാലത്ത് വർഷം നീണ്ടു നിൽക്കുന്ന ഐശ്വര്യം കണി കണ്ടുണരുക എന്നതാണ് വിഷുവിന്റെ പ്രധാന ചടങ്ങ്. അലങ്കരിച്ച കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ കത്തിച്ചുവെച്ച നിലവിളക്കുകൾക്ക് സമീപം ഓട്ടുരുളിയിൽ സ്വർണ്ണവർണ്ണമാർന്ന കണിവെള്ളരി, കാർഷിക വിഭവങ്ങൾ, വാൽക്കണ്ണാടി, അഷ്ടമംഗല്യം, കൊന്നപ്പൂവ്, ഉണ്ണിയപ്പം എന്നിവയെല്ലാം ഒരുക്കും. സമീപത്ത് വാൽക്കിണ്ടിയും പറ നിറയെ നെല്ലും ഉണങ്ങലരിയും ഉണ്ടാകും. സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായി കസവ് വസ്ത്രങ്ങളും സ്വർണവും പണവും ഒരുക്കി വയ്ക്കും. വീട്ടിലെ മുതിർന്നവർ കുട്ടികളെ കണ്ണുപൊത്തി കൊണ്ടുവന്ന് കണി കാണിക്കും. തുടർന്ന് കൈനീട്ടം നൽകും. വിഷുവിനെ കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. നരകാസുര വധവുമായി ബന്ധപ്പെട്ടതാണ് അതിൽ പ്രധാനം. ശ്രീരാമാവതാരവുമായി ബന്ധപ്പെട്ടും കഥകളുണ്ട്. കഥകൾക്കെല്ലാം അപ്പുറം തിന്മയ്ക്ക് മേൽ നന്മയ്ക്കുണ്ടായ വിജയത്തിന്റെ ആഘോഷമാണ് വിഷു. ചെറുപ്പകാലത്ത് തന്നെ ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോൾ തന്നെ വീട്ടിലെല്ലാ കുടുംബങ്ങളും വന്നു ചേരും. തലേ ദിവസം ഇതിൻ്റെ ആഘോഷത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാം ചെയ്യും. പിന്നെ ഭക്ഷണം എല്ലാവരും ഒന്നിച്ച് കഴിക്കും. പിന്നെ രാത്രി ആണ് പൂജാ റൂമിൽ എല്ലാം ഒരുക്കി വെക്കും. ഉരുളിയിൽ അരി, കൊന്നപ്പൂവ്, പല ഫ്രൂട്ട്സുകൾ, അങ്ങനെ എല്ലാ വേണ്ടപ്പെട്ട സാധനം നാളികേരത്തിൽ അരിത്തിരിട്ട് വെക്കും. അതെല്ലാം ചെയ്ത് വെച്ചിട്ട് രാത്രി പോയി കിടന്നാൽ രാവിലെ നീറ്റ് വന്ന് ഇതാണ് കണിയാണ്. അപ്പോൾ മക്കളൊക്കെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കാണിക്കും. എല്ലാവരും പ്രാർത്ഥിച്ച് എല്ലാ ഐശ്വര്യവും കിട്ടണം എന്നുള്ളതും മക്കൾക്ക് വേണ്ടിയിട്ടും തറവാട്ടുകാർക്ക് വേണ്ടിയിട്ടും എല്ലാം പ്രാർത്ഥന ചെയ്യും. വലിയ കാരണന്മാരുണ്ടെങ്കിൽ അവരാണ് എല്ലാവർക്കും ഒരു കൈനീട്ടം കൊടുക്കും. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണത്തിനും വീട്ടിലെല്ലാവരും കൂടി ചേർന്നിട്ടാണ് കഴിക്കുക. ഇപ്പോഴായാലും എല്ലാ വെക്കേഷനിൽ വരുന്ന കുട്ടികളും ആൾക്കാരെല്ലാം വരും. നല്ലപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടിയായിട്ട് നടക്കുക. ഒപ്പം കാർഷിക സമൃദ്ധിയുടെ ഒരു ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മലയാളികൾക്ക് വിഷു. സമൃദ്ധിയുടെ വിഷുക്കണി ഒരുക്കി ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികളും ഇന്ന് വിഷു ആഘോഷിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ദൂരദർശന്റെ വിഷു ആശംസകൾ. CD സലീംകുമാർ, ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.